ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് തിരുസഭാ മാതാവ് രക്തസാക്ഷിണിയും കന്യകയുമായ വിശുദ്ധ മരിയ ഗോരേത്തിയുടെ തിരുനാൾ സന്തോഷത്തോടെ കൊണ്ടാടുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 9-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. സ്നാപക യോഹന്നാൻ്റെ ശിഷ്യന്മാർ യേശുനാഥനോട് ഉപവാസത്തെ സംബന്ധിച്ചുള്ള ഒരു സംശയം ചോദിക്കുകയാണ്. കാര്യം ഫരിസേയരൊക്കെ ഉപവസിക്കുന്നുണ്ട്, എന്തുകൊണ്ട് നിൻ്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നില്ല എന്ന് ചോദിക്കുകയാണ്. ഇപ്പം ഇസ്രയേലിൻ്റെ നിയമം അനുസരിച്ച് ഈ ഉപവാസം എന്ന് പറയുന്നത് വർഷത്തിൽ ഒരിക്കൽ ചെയ്യേണ്ടിയിരുന്ന ഒരു വിശുദ്ധമായ തിരുക്കർമ്മമായിരുന്നു. എന്നാൽ ഫരിസേയരും മറ്റു ചിലരും അവർ കൂടെ ഉപവസിച്ചിരുന്നു. അവരുടെ ഉപവാസം ബാഹ്യമായ ഒരു അടയാളം മാത്രമായിരുന്നു. അത് അവരുടെ ഉള്ളിൽ നിന്ന് വന്നിരുന്ന ആത്മീയമോ ആന്തരികവുമായ ഒന്നായിരുന്നില്ല. എല്ലാവരുടെയും കാര്യമല്ല, പലരുടെയും അങ്ങനെയായിരുന്നു, മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടി. യോഹന്നാൻ്റെ ശിഷ്യന്മാരും ഉപവസിച്ചിരുന്നു. അവർ ഉപവസിച്ചിരുന്നത് മിശിഹായെ പ്രതീക്ഷിച്ചുകൊണ്ടാണ്. അപ്പം അങ്ങനെ ഉപവാസത്തിൻ്റെ ഇടയിൽ യേശുനാഥനോട് ചോദിക്കുകയാണ്, എങ്കിൽ നിൻ്റെ ശിഷ്യന്മാർ എന്തുകൊണ്ട് ഉപവസിക്കുന്നില്ല? അപ്പം യേശുനാഥൻ ഈ ഉപവാസം എന്ന് പറയുന്നത് യേശുനാഥനെ സംബന്ധിച്ച് അത് ആത്മാവിൻ്റെ ഒരു ഇടപെടലാണ്. ദൈവവുമായി മനുഷ്യനുള്ള ഒരു ആന്തരികമായ ഇടപെടലാണ് ഉപവാസം. കാരണം യേശുനാഥൻ ഇവിടെ ഉപവാസത്തെ എതിർത്തുകൊണ്ടല്ല സംസാരിക്കുന്നത്. കാരണം അതിനു മുൻപ് യേശുനാഥൻ പറഞ്ഞിട്ടുണ്ട്, ഉപവാസം കൊണ്ട് മാത്രമേ പിശാചിനെ പോലെയുള്ള ദുഷ്ടശക്തികളെ നമുക്ക് എതിർക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഉപവാസം നന്മയുള്ളതാണ്. പക്ഷേ അത് മറ്റാരെയും കാണിക്കുന്നതിന് വേണ്ടിയല്ല, സ്വന്തം ജീവിതത്തിൽ പരിവർത്തനം സംഭവിക്കുന്നതിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് യേശുനാഥൻ പറയുന്നത്, മണവാളൻ ഉള്ളപ്പോൾ മണവറത്തോഴർ എന്തിനാണ് ഉപവസിക്കുന്നത്? ഈ മണവാളൻ യേശുനാഥനാണ്, ദൈവമാണ്. ദൈവത്തോട് കൂടെ ആയിരിക്കുമ്പോൾ നമ്മൾ ഉപവസിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഞാൻ ദൈവത്തിൽ നിന്ന് അകലുന്നു എന്ന് തോന്നുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തെ പരിവർത്തനത്തിന് വിധേയമാക്കണം. അതിൻ്റെ ഒരു ബാഹ്യമായ അടയാളമാണ് ഈ ഉപവാസം എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ തെറ്റുകളോ എൻ്റെ ജീവിതത്തിൽ പാപമോ വന്നു പോകുമ്പോൾ അതിന് പിഴയായി എൻ്റെ ദൈവത്തോട് മാപ്പ് ചോദിച്ചുകൊണ്ട് ഞാൻ ഉപവസിക്കുമ്പോൾ ഞാൻ എൻ്റെ ശരീരത്തെ ഞാൻ ബലപ്പെടുത്തുകയാണ്. ഈ ഉപവാസം വഴി ഞാൻ ചെയ്തു പോയ തിന്മയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ആ ശരീരത്തിന് ഞാൻ കൊടുക്കുന്നൊരു ശിക്ഷയാണ്. പക്ഷേ അത് ശിക്ഷ മാത്രമല്ല, ആത്മാവിനെ ബലപ്പെടുത്തുക കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ബാഹ്യമായ അടയാളമല്ല, ആന്തരികമായ അടയാളമാണ്. അപ്പോൾ മറ്റുള്ളവരിത് ബാഹ്യമായി ചെയ്യുന്നത് കൊണ്ടാണ് യേശുനാഥൻ പറയുന്നത് അവിടെ ദൈവമില്ല. അങ്ങനെ ഉപവസിക്കുന്നവരോടൊപ്പം ദൈവമില്ല. അവർ മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടിയാണ് ഉപവസിക്കുന്നത്. പക്ഷേ ഉപവാസവും പ്രാർത്ഥനയൊക്കെ എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധമാണെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വിശുദ്ധ മരിയ ഗോരേത്തിയുടെ ജീവിതം, അവൾ ഏറ്റവും വളരെ ചെറുപ്പത്തിലെ വിശുദ്ധിക്ക് വേണ്ടി ജീവൻ ബലി കഴിച്ച ഒരു ഇറ്റലിക്കാരിയായ ഒരു പെൺകുട്ടിയാണ്. അവൾ മരിക്കുമ്പോൾ അവൾ 14 കുത്തുകളേറ്റാണ് മരിച്ചത്. എന്തിനാണ് അവളത് ഏറ്റെടുക്കേണ്ടി വന്നതെന്ന് പറഞ്ഞാൽ അവൾ പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി അവൾ എടുത്ത സഹനമാണ്. അതായത് ദൈവത്തോടൊപ്പം ആയിരിക്കുന്നതിന് വേണ്ടി അവൾ തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്ത മുറിവുകളാണ്, സഹനമാണിത്. ഈ സഹനം അവൾ ഏറ്റെടുത്തത് ദൈവത്തോടൊപ്പം ആയിരിക്കാനാണ്. പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകലാതിരിക്കാൻ അവൾ തൻ്റെ ശരീരത്തെ വിധേയമാക്കിയതാണ് ഈ സഹനങ്ങളിലൂടെ. അപ്പോൾ ഈ ഒരു വിശുദ്ധ നമുക്കും ജീവിതത്തിൽ വഴികാട്ടിയാണ്. കാരണം അവളെ പാപത്തിന് പ്രേരിപ്പിക്കുന്ന സമയത്ത് അവളെ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. എന്നാൽ അവൾക്ക് ഉത്തമമായ ബോധ്യമുണ്ട്, അവൾ ദൈവം കാണുന്നുണ്ടെന്നും അവൾ ദൈവത്തിൻ്റെ കൂടെയാണെന്നും. അതുകൊണ്ടാണ് അവൾ പാപം ചെയ്യാതിരുന്നത്. അപ്പോൾ ദൈവവുമായി ബന്ധത്തിൽ നിലനിന്നിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു അവൾ ഈ കാലഘട്ടത്തിൻ്റെ വിശുദ്ധ കൂടെയാണ്. ഈ കാലഘട്ടത്തിലും ദൈവം എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ടെന്നും വിശുദ്ധിയിൽ ജീവിക്കേണ്ടവരാണെന്നും ഞാൻ ബാഹ്യമായി മാത്രമല്ല ആന്തരികമായും ദൈവവുമായി അടുത്തിരിക്കണമെന്നും നമ്മെ ഓർമ്മിപ്പിക്കണം. അപ്പോൾ ഈ ഫരിസേയരെയൊക്കെ പോലെ മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടിയല്ല, സ്വന്തം ജീവൻ ബലി കഴിച്ചും ദൈവത്തോടൊപ്പം ആയിരിക്കുന്നതിന് വേണ്ടി വിശുദ്ധി കാത്തു സൂക്ഷിച്ച മരിയ ഗോരേത്തി അങ്ങനെ നമുക്ക് മാതൃകയായിത്തിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഉപവാസവും പ്രാർത്ഥനയൊക്കെ ദൈവവുമായിട്ടുള്ള എൻ്റെ ബന്ധമാണ്. അത് ബാഹ്യമായ ആരെങ്കിലും കാണിക്കുന്നതിന് വേണ്ടിയല്ല, അത് ആന്തരികമായി ആത്മീയമായി എന്നെ എൻ്റെ ദൈവത്തോട് ബന്ധപ്പെടുത്തുന്നത്. ഈ വചനം ധ്യാനിക്കുമ്പോൾ വിശുദ്ധയുടെ തിരുനാൾ സന്തോഷത്തോടെ കൊണ്ടാടും. എൻ്റെ പ്രാർത്ഥനകളും എൻ്റെ ഉപവാസവും ദൈവവുമായിട്ടുള്ള ബന്ധമായിരിക്കട്ടെ. എന്നെ അത് ദൈവവുമായി കൂടുതൽ അടുപ്പിക്കുന്നതിന് വേണ്ടി സഹായിക്കട്ടെ. നമുക്കതിനു വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കാം.